ഹായ് ഓൾ, വെൽക്കം ടു ജയ്ലേൺ. അപ്പോൾ ജയ്ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞത് LP-UP പരീക്ഷയുടെ ഏകദേശമുള്ള നിയമനവും അതുപോലെ തന്നെ LP-UP യോഗ്യതാ പരീക്ഷയും ഒക്കെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. കുറേ പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഏതാണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടത് എന്ത് ചെയ്യുക, ചില വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും, ഇത്രയും കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത്, ഇത് ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പല വീഡിയോകളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ള പല ചിന്തകളും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, വരുന്ന LP-UP പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, പക്ഷേ വരും, 2026 തന്നെ വരും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മളിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ചെറിയ വലിയ കാര്യങ്ങൾ ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, പിന്നെ നമ്മുടെ ചെറിയ ഒരു ശൈലി ഉണ്ടല്ലോ, ചെറിയൊരു ശൈലി, എന്താ, ഓടിച്ചോടിച്ച് കാണുക അല്ലേ? ആ ഓടിച്ചോടിച്ച് കാണലും ഒന്ന് നിർത്തുക. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഇനി ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരെങ്കിൽ, അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നവരെങ്കിൽ എന്ത് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, കാരണം ഇതുപോലെയുള്ള കൂടുതൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ അത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, LP-UP എക്സാം DLED കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, കേട്ടറ്റ് കാറ്റഗറി 1 ക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടികൾ, UP സ്കൂൾ എക്സാം കേട്ടറ്റ് കാറ്റഗറി 2 കവർ ചെയ്തിട്ടുള്ള കുട്ടികൾ, ഇത്തരം ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന എക്സാമാണ് LP-UP എക്സാം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാലോ, പിന്നെ എന്തുകൊണ്ട് പിന്നെയും പറയുന്നു? ഇത് അറിയുന്നവരുണ്ടാവും, പക്ഷെ ഇതിൻ്റെ, അതായത് ഈ അടുത്തായിട്ട് DLEDും BEDും കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, നേരത്തെ DLEDും BEDും കഴിഞ്ഞിട്ട് കേട്ടറ്റ് ഇപ്പോൾ ക്ലിയർ ചെയ്ത കുട്ടികൾ, ഇവർക്കൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ സംശയങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അധ്യാപന ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, BED കഴിഞ്ഞവർ, DLED കഴിഞ്ഞവർ, അവർക്ക് ഏറ്റവും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് LP-UP എക്സാം. കാരണം ഇതിന് മുന്നത്തെ വീഡിയോയിൽ, അതിന് മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഖാദർ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ കണ്ടിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്ലേലിസ്റ്റിലേക്ക് കിടക്കും, നിങ്ങൾക്കത് കാണാം. അപ്പോൾ ഖാദർ കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു വിദ്യാഭ്യാസ രംഗത്തെ, നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സർക്കാർ നിയോഗിച്ച ഖാദർ കമ്മിറ്റി കമ്മീഷൻ, ആ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിലെ മാറ്റങ്ങളൊക്കെ വരും എന്നുള്ള ഒരു സൂചനയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സർക്കാർ അതിനുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഒരു വശത്ത് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരുമ്പോൾ അധ്യാപകരാകാൻ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആശങ്കയുണ്ടാകും, സന്തോഷമുണ്ടാവും, ചിലപ്പോൾ നിരാശയുണ്ടാവും. നിരാശപ്പെടണ്ട. മൂന്നാമത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ ആരും പോകണ്ട. ആശങ്കകളുണ്ട്, ആ ആശങ്കകൾ ദൂരീകരിക്കാനായിട്ടാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്നാമത്തെ കാര്യം നമ്മുടെ സിലബസ് ആണ്. അതായത് LP-UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സിലബസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മുടെ സാലറി സ്കെയിലാണ്. LP സ്കൂൾ അസിസ്റ്റൻറ്റും UP സ്കൂൾ അസിസ്റ്റൻ്റ്, അല്ലെ, UPST LPST എന്നറിയപ്പെടുന്ന ഈ രണ്ട് പോസ്റ്റിനുമുള്ള സാലറി സ്കെയിൽ. നിയമന സാധ്യത. ഓക്കെ, ഇനി നിയമന സാധ്യത എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? ഓക്കെ, അഞ്ചാമത്തെ കാര്യം എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, സിലബസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് UP സ്കൂൾ ടീച്ചറിൻ്റെ സിലബസ് ആണ്. അപ്പോൾ LP ടീച്ചർ ആവാൻ കാത്തിരിക്കുന്നവരും നിരാശപ്പെടേണ്ട ഏകദേശ രൂപം തന്നെയാണ് ഇതിൻ്റെ സിലബസ്. അപ്പോൾ HSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഉണ്ടാവും, അല്ലേ? ഇനി വരുന്ന ഓഗസ്റ്റ് 1 തുടങ്ങി എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്.
അവിടെ എന്താണ്, ഹൈസ്കൂൾ ടീച്ചർ ആവാനായിട്ട് നമ്മൾ PSCക്ക് പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് നോക്കിയാൽ മതി. അതായത് മാത്സ് എടുത്ത ടീച്ചർ മാത്സ് പഠിച്ചാൽ മതി, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളംകാരാണെങ്കിൽ മലയാളം, ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ കെമിസ്ട്രിയും ഫിസിക്സും, നാച്ചുറൽ സയൻസ് ആണെങ്കിൽ ബയോളജി, അങ്ങനെ പഠിച്ചാൽ മതി. ഒപ്പം പെഡഗോജിയും, കുറച്ച് കറണ്ട് അഫയേഴ്സ്, GK, അതുപോലെ സോഷ്യൽ റിനൈസൻസ് അല്ലേ, ആ ഒരു കാര്യങ്ങളൊക്കെ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. എന്നാൽ LP അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും UP അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഇതൊന്നും പോരാ മക്കളെ. എന്ത് ചെയ്യുക, നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള LP UP ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വിഷയങ്ങൾ ഒട്ടുമിക്കതും ഹിന്ദി ഒഴിച്ച് ബാക്കി എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ ആദ്യം തുടങ്ങുന്നത് ഏതാണ്? പാർട്ട് 1 കേരള ചരിത്രമാണ്. 10 മാർക്കിന്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. കേരള ചരിത്രം പാർട്ട് 1 10 മാർക്കിന്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കേരള ചരിത്രത്തിൽ നിന്ന് 10 മാർക്ക്. പക്ഷെ അവിടെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപങ്ങൾ, പഴശ്ശി വിപ്ലവം, വേലുത്തമ്പി, പാലിയത്തച്ഛൻ, കുറിച്യർ കലാപം തുടങ്ങിയ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് മാത്രം ഒതുക്കുന്നില്ല. കേരളത്തില് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സമരങ്ങള്, അതുപോലെ തന്നെ കലാപങ്ങള്, ഇതെല്ലാം നമ്മൾ നോക്കി വെക്കുന്നതാണ്. ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം അല്ലെ, മലബാർ ലഹള, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊടി തട്ടിയെടുക്കുക. അതിന്റെ വർഷം, അതിന്റെ സംഭവത്തിന് കാരണമായ കാര്യങ്ങൾ, ഓക്കെ, ഇതെല്ലാം പ്രസ്താവന രീതിയിൽ, സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മൾ പോയിന്റ് ആയിട്ട് ആരോട് പറഞ്ഞു, ഇത് എപ്പോൾ വന്നു, ഏത് വർഷം വന്നു എന്ന ചോദ്യത്തോടൊപ്പം തന്നെ ചില പ്രസ്താവന രീതിയിലുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അടുത്ത ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരള നവോത്ഥാനത്തില് നമുക്കറിയാം PSCയുടെ എല്ലാ പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന കേരള നവോത്ഥാനം എന്താണ്? വൈകുണ്ഠ സ്വാമികൾ തുടങ്ങി എന്താണ് ശ്രീ കുമാര ഗുരുദേവൻ വരെയുള്ള സാമൂഹ്യ നവോത്ഥാന നായകരുണ്ട്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികള്, കുര്യാക്കോസ് ഏലിയാസ് ചാവറച്ചൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, KP കറുപ്പൻ, ഇങ്ങനെ കിടക്കുന്ന സാമൂഹ്യ നവോത്ഥാന നായകരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങള്, അവരുടെ സംഘടനകൾ ആരംഭിച്ച വർഷം, അവർ ജനിച്ച സ്ഥലം, അവരുടെ പ്രധാനപ്പെട്ട സംഭവങ്ങള്. ഉദാഹരണമായിട്ട് PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് അരുവിപ്പുറം പ്രതിഷ്ഠയെ കുറിച്ചുള്ള ചോദ്യം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് 1888. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘത്തെ കുറിച്ചുള്ള ചോദ്യം മിക്ക PSC പരീക്ഷയ്ക്കും ആവർത്തിക്കുന്നതാണ്. ഓക്കെ, വാഗ്ഭടാനന്ദനെ കുറിച്ച്, അയ്യ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ഇതൊക്കെ ചോദിക്കുന്നതാണ്. ചട്ടമ്പി സ്വാമിയുടെ കൃതി ചോദിക്കുന്നതാണ്. ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും വരാം. അപ്പൊ നമുക്ക് ഇത്തരം നവോത്ഥാന നായകന്മാര് പഠിച്ചിരിക്കണം. അടുത്ത ഭാഗത്തേക്ക് നോക്കിയാൽ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, ഇതും നമ്മുടെ കേരള നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമുക്ക് വരേണ്ടത് ദേശീയ പ്രസ്ഥാനം കേരളത്തിലേക്ക് വരുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് ദേശീയത കത്തിപ്പടർന്ന കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രസിദ്ധമായ നാടുകടത്തലിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അറിയാലോ. ദേശാഭിമാനി പത്രം പത്രാധിപരായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അത് ആരംഭിച്ചത് ആരാണ്, തുടങ്ങിയത് ആരാണെന്ന ചോദ്യം അത് പഠിക്കണം അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട് നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര സമരം, പിന്നെ കൊച്ചി ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജ്യപ്രജാ മണ്ഡലം, മലബാറിലേക്ക് വരുമ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, ഉപ്പു സത്യാഗ്രഹം. നോക്കൂ, ദേശീയ പ്രസ്ഥാനം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പുള്ള മൂന്ന് സ്ഥലങ്ങൾ, 3 നാട്ടുരാജ്യങ്ങൾ, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കീവേഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് ചൂഴ്ന്നു നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പൊടി തട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഈ മാർക്ക് പോരും. അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച വർഷം, തുടങ്ങിയത് ആരാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം, ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്, അതിന്റെ പ്രവർത്തനം എന്താണ്, അതിനെക്കുറിച്ചുള്ളതെല്ലാം. മഹാത്മാഗാന്ധി അറിയാലോ, മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്ന വർഷം, അദ്ദേഹത്തിന്റെ ആദ്യകാല സമരങ്ങള്, ചമ്പാരൻ, ഖേഡ തുടങ്ങിയിട്ടുള്ള സമരങ്ങള്, പിന്നെ നീലം കർഷകരിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയുള്ള മാറ്റങ്ങള്, ഗാന്ധിജിയുടെ വാർത്താ വിദ്യാഭ്യാസ പദ്ധതി, ദണ്ഡി സത്യാഗ്രഹം,
ദണ്ഡി ഉപ്പ് സത്യാഗ്രഹം അല്ലെ, ദണ്ഡി ഉപ്പ് സത്യാഗ്രഹം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാമാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ. അതായത് കേരളത്തിന്റെ ദേശീയത തുടങ്ങി കേരളത്തിന്റെ ആദ്യകാല സംസ്കാര ചരിത്രം തുടങ്ങിയിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നീട് വരുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലേക്കാണ്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ, അതിൽ പഞ്ചവത്സര പദ്ധതി വരാം, ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ, ഇന്ത്യയും ബഹിരാകാശ ഗവേഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് പഠിച്ചു പോകണം. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ലോക ചരിത്രമാണ്. ഇവിടെ വരുന്നത് നദീതട സംസ്കാരങ്ങൾ. അതിൽ പ്രധാനമായിട്ട് എപ്പോഴും ചോദിക്കുന്നത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം തുടങ്ങിയിട്ടുള്ള സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുക. ക്യൂണിഫോം ലിപി അല്ലെ, ഹൈറോഗ്ലിഫിക്സ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതാണ്. ഇത്രയാണ് നമുക്ക് എവിടെ വരുന്നത് 10 മാർക്ക്. എവിടെ? കേരള ചരിത്രം, കേരള നവോത്ഥാനം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയിട്ടുള്ള ലോക ചരിത്രം വരെയുള്ള കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. പിന്നെ അതിനോടൊപ്പം തന്നെ കറന്റ് അഫയേഴ്സ് റിലവന്റ് ടു ദിസ് ടോപ്പിക്, അത് അടിവരയിട്ട് നോക്കുക. 2 മാർക്കാണ് വരുന്നതെങ്കിലും ആ 2 മാർക്കല്ലേ എന്ന് വെച്ച് തള്ളിക്കളഞ്ഞ് വെക്കരുത്. കാരണം എന്താ, 2 മാർക്കായിരിക്കും നമ്മുടെ റാങ്കിനെ നിശ്ചയിക്കുന്നത്. ആ മുൻപന്തിയിലേക്കുള്ള റാങ്ക് വരുമ്പോഴാണ് നമുക്ക് റിസർവേഷൻ ആയാലും ജനറൽ ഗ്രൂപ്പ് ആയാലും നമുക്ക് എന്ത് ചെയ്യുക, ജോലി സാധ്യതയ്ക്കുള്ള അഡ്വൈസ് മെമ്മോ കിട്ടുകയും നിയമന സാധ്യത ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ 2 മാർക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള GK കറന്റ് അഫയേഴ്സ് ആണ്. ഓക്കെ. അതിൽ ചിലപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ കറന്റ് അഫയേഴ്സിൽ വരാം. അതായത് 2024-25 കാലഘട്ടത്തിലെ 2026 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ഏറ്റവും 6 മാസത്തിനുള്ള എക്സാം നടക്കും. അപ്പോൾ ആ ഒരു വരുന്ന GK എല്ലാം നിങ്ങൾ ശേഖരിക്കുക, കറന്റ് അഫയേഴ്സ് എല്ലാം ശേഖരിക്കുക. ഓക്കെ. പിന്നെ അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് 10ഉം 2ഉം 12 മാർക്ക് ഇവിടെ നമുക്ക് സ്കോർ ചെയ്യണം. ഏകദേശം ഒരു 10, 11 അല്ലെങ്കിൽ 9 മാർക്കെങ്കിലും നമുക്ക് നേടിയെടുക്കണം. ഓക്കെ. പാർട്ട് 2വിലേക്ക് വരുമ്പോൾ അപ്പോൾ അവിടെ നമ്മൾ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പഠിച്ചത് അല്ലേ, സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയാണ്. ഇനി നമുക്ക് ഭൂമിശാസ്ത്രം എന്ന് വെച്ചാൽ 9th വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ജിയോഗ്രഫിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്, ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, അന്തരീക്ഷ ഘടന തുടങ്ങിയവ. സാമ്പത്തിക ശാസ്ത്രം, ഇക്കണോമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ബാങ്കുകൾ ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാണിജ്യ ബാങ്ക്, റിസർവ് ബാങ്ക് അല്ലെ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊളിറ്റിക്സ്, രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടന, അതിന്റെ സവിശേഷതകൾ, നിലവിൽ വന്ന വർഷം, അംഗീകരിച്ച വർഷം, ആരാണ് ഭരണഘടനാ ശില്പി, ആർട്ടിക്കിള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. എന്തൊക്കെയാണ്? ആമുഖം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ തുടങ്ങി. ഇന്ത്യയിലെ ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട അധോസഭ അല്ലെ, ലോക്സഭ, രാജ്യസഭ. അധോസഭ എന്നറിയപ്പെടുന്നത് എന്താണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി. പിന്നെ നമ്മുടെ ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും സുപ്രീം കോടതി, ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരാം, അത് പഠിക്കണം. അടുത്തത് സമൂഹ ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ സോഷ്യോളജിയിൽ കുടുംബവും സാമൂഹീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് നമുക്ക് 10ലും 9ലൊക്കെ പഠിക്കാനുണ്ട് അല്ലേ. ഫാമിലി, സ്കൂൾ, ക്ലബ്ബുകൾ, സംഘാടനം, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അതിലെന്താണ്, ഇതിലപ്പോൾ വരുന്നത് ജിയോഗ്രഫിയിൽ വരുന്നത് 5 മാർക്കാണ് ആലോചിക്കുക. അപ്പൊ നോക്കിയേ, സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയിൽ 10 മാർക്കും 2 മാർക്ക് കറന്റ് അഫയേഴ്സും GK അതുമായിട്ട് ബന്ധപ്പെട്ടത്. ഇവിടേക്ക് വരുമ്പോൾ 5 മാർക്ക് ഭൂമിശാസ്ത്രത്തിനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആ 5ഉം പ്ലസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കറന്റ് അഫയേഴ്സ് വരുന്നു 2 മാർക്ക്. അപ്പൊ ടോട്ടൽ 7 മാർക്ക് ഇവിടെ. ക്ലിയർ ആയോ? ഇതാണ് മാർക്കിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ പാർട്ട് 2 ഭൗതിക ശാസ്ത്രം, സയൻസ് വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഫിസിക്സിൽ എന്താണ്, ഭൗതിക ശാസ്ത്രത്തിൽ 7 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അവിടെ അളവുകൾ, യൂണിറ്റുകൾ, ചലനം, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ, തരംഗചലനം, ശബ്ദം തുടങ്ങി ഗുരുത്വാകർഷണം വരെയുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. പിന്നെ ദ്രവബലങ്ങൾ, സ്ഥിരവൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, പിന്നെ കാന്തികത, മാഗ്നറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്, പ്രകാശം, പ്രതിപതന, അപവർത്തനമായിട്ട് ബന്ധപ്പെട്ട കാഴ്ച, പ്രകാശ പ്രകീർണ, ഊർജ്ജ പരിപാലനം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങള് 7 മാർക്ക് വരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കറന്റ് അഫയേഴ്സ് +2, അപ്പോ എത്ര? 9 മാർക്ക്. ഓക്കെ. അപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പൊ ഈ അടുത്ത് 2, 4, 6, 8, 10 ക്ലാസ്സുകളിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിനു മുമ്പുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് നോക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നോക്കണം. അത് ഏതാണ്ട് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഒരു ചുരുക്ക രൂപത്തിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു കരിക്കുലം അല്ല മാറിയിരിക്കുന്നത്, നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകുന്നതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെ വരുള്ളൂ. അപ്പൊ SCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ച് വെക്കാനായിട്ട് മറക്കേണ്ട സയൻസ് വിഷയങ്ങളൊക്കെ.
അടുത്ത ഭാഗത്ത് പാർട്ട് 2 രസതന്ത്രം, കെമിസ്ട്രിയിൽ വരുന്ന അറിയാലോ, കെമിസ്ട്രിയിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നതാണ് രാസമാറ്റം, ഭൗതിക മാറ്റം, ആറ്റം, പീരിയോഡിക് ടേബിൾ. ഓക്കെ, ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതാണ്. എന്താണ് ലായനി, വൈദ്യുരസതന്ത്രം, വാതക നിയമം തുടങ്ങിയിട്ട് ഓർഗാനിക് സംയുക്തങ്ങൾ, ഐസോമറിസം, രാസപ്രവർത്തനങ്ങൾ വരെയുള്ള ടോപ്പിക്കുകൾ പഠിക്കണം. അവിടെയും 7 മാർക്ക് പ്ലസ് 2 മാർക്ക് എവിടെയാണ്? കറന്റ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്. പാർട്ട് 2 പിന്നെ ബയോളജിയിലേക്ക് വരുമ്പോൾ ജീവശാസ്ത്രത്തിലേക്ക് കോശങ്ങളുടെ ഘടന, കലകള്, കൃഷി, വർഗീകരണം, ജനിതക ശാസ്ത്രം, പ്രകാശ സംശ്ലേഷണം, ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, നാഡീവ്യവസ്ഥ, ഇന്ദ്രിയങ്ങൾ, രോഗങ്ങളും ആരോഗ്യ പരിപാലനവും, വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ വരെയുള്ള മാർക്ക്. 6 മാർക്കാണ് അവിടെ പ്ലസ് 2 മാർക്ക് കറന്റ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്. 8 മാർക്ക് ഇവിടെ കിട്ടും. അപ്പൊ നോക്കൂ, സയൻസ് വിഷയങ്ങളിൽ എത്ര മാർക്കാണ് ഒന്നുകൂടി ഞാൻ പറയാം. ഫിസിക്സില് 7ഉം 2ഉം 9 മാർക്ക്, കെമിസ്ട്രിയിൽ 7ഉം 2ഉം 9 മാർക്ക്, അപ്പൊ 18. ബയോളജിയിൽ 6ഉം 2ഉം 8 മാർക്ക് അല്ലെ. അപ്പോ 18 26 മാർക്ക് സയൻസിൽ വരുന്നുണ്ട്. എന്നാലോചിച്ച് നോക്കിയേ, 26 മാർക്ക് നമുക്ക് സയൻസിൽ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടത്. ഇത് നമുക്ക് എന്താണ് SCERT ടെക്സ്റ്റ് ബുക്ക് 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേ പറ്റൂ. ഓക്കെ, നന്നായിട്ട് സ്കോർ ചെയ്ത് പോകണമെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. പിന്നെ നമുക്ക് പാർട്ട് 3 മാത്സുമായിട്ട് ബന്ധപ്പെട്ടത് എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ. 15 മാർക്കാണ് മാത്സിന്റെ. ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, വർഗം, ശരാശരി, നമ്മുടെ മാനസിക ശേഷി അളക്കുന്ന ചോദ്യങ്ങൾ, അനുപാതം, അംശബന്ധം, ശതമാനം, സമയവും ജോലിയും, ദൂരവും സമയവും. നോക്കി, ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മുടെ LP ഒക്കെ. ദൂരവും സമയവും അല്ലേ. ട്രെയിൻ എന്താണ്, ഒരു ട്രെയിൻ ഇത്ര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു തൂണ് മറികടക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഒരാൾ എന്താണ് 10 കിലോമീറ്റർ നേരെ നടന്നതിന് ശേഷം 2 കിലോമീറ്റർ ഇടത്തോട്ട് തിരിഞ്ഞു, വലത്തോട്ട് തിരിഞ്ഞു, ഒടുവിൽ അയാൾ നിൽക്കുന്ന സ്ഥലവും അയാൾ പുറപ്പെട്ട സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ദൂരം എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതെല്ലാം ഈ ഭാഗത്ത് വരുന്നതാണ്. ക്ലോക്ക്, കോണുകൾ, പലിശ, കൂട്ടുപലിശ, ജ്യാമിതിക രൂപങ്ങള്, ചെറു പൊതു ഗുണിതവും വൻ പൊതുഘടകവും, ലാഭം, നഷ്ടം, മെട്രിക് അളവ്, സർവ്വസമവാക്യങ്ങൾ, ബീജഗണിതം, സാംഖ്യകം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ മാത്സിൽ വരുന്നത് 15 മാർക്കിന്റെ ചോദ്യങ്ങൾ, നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്ന 15 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്സ് എന്ന് പറയുന്ന സംഭവത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നോക്കി നമ്മൾ പഠിക്കുന്നതല്ലേ, പഠിച്ചതല്ലേ, ബേസിക് ആയിട്ട് പഠിച്ചതല്ലേ, അതൊന്നുകൂടി പൊടി തട്ടിയെടുക്കുക. പിന്നെ ഇതിന്റെ ഈ മാത്സ് പഠിക്കുമ്പോഴുണ്ടാവുന്ന പല വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ഒരു ട്രിക്കാണ് പ്രധാനം. അവിടെ ഒരു ഹാർഡ് വർക്കിനേക്കാളും ബെറ്റർ ആയിട്ട് സ്മാർട്ട് വർക്കാണ് നമ്മളുടെ മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ അത്തരം രീതികളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൂടെ ഉണ്ടാവും. ബാക്കി ഞാൻ പുറകെ പറയാം. ഇനി എന്താണ് പാർട്ട് 4 നമുക്ക് എഡ്യൂക്കേഷൻ, ചൈൽഡ് പെഡഗോഗി ആയിട്ട്, ചൈൽഡ് സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട നമ്മൾ BEdനും DLEdനും പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാലോ. ലേണിംഗ് സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ മനഃശാസ്ത്രജ്ഞ ആശയങ്ങളുണ്ട്, വിദ്യാഭ്യാസ ചിന്തകര്, ദർശനങ്ങൾ, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പോലുള്ളത്, വ്യക്തിത്വം, വികാസ തലങ്ങൾ, വികാസ തത്വങ്ങൾ, പിന്നെ വൈജ്ഞാനിക വികാസം, സാമൂഹിക സാൻമാർഗിക വികാസങ്ങൾ, പാരമ്പര്യം, പര്യാവരണവും, അഭിക്ഷമത, പരീക്ഷകൾ, അഭിപ്രേരണ തുടങ്ങി എന്താണ് സൈക്കോളജിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ, പിന്നെ നമ്മുടെ കരിക്കുലം, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്ന് പറയുന്ന സംഭവം പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ DLEd സിലബസ്, അതായത് LP സ്കൂള് UP സ്കൂൾ ആയതുകൊണ്ട് നമുക്ക് LP 1 തുടങ്ങി 4 വരെയുള്ളവർക്ക്, DLEd കഴിഞ്ഞവർക്കും, 5, 6, 7ലേക്ക് വരുമ്പോൾ UP അസിസ്റ്റന്റ് എഴുതുന്ന ആരൊക്കെ ഉണ്ടെങ്കിലും BEdകാരുണ്ടാവും. പക്ഷേ അവിടെ DLEd സിലബസ് അനുസരിച്ചിട്ടുള്ള സൈക്കോളജി, പഠനതന്ത്രങ്ങൾ, വിവരവിനിമയ, സാങ്കേതിക വിദ്യാഭ്യാസ രീതികളൊക്കെ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ BEdകാർക്ക് എന്ത് ചെയ്യേണ്ട, അവരുടെ രീതിയിൽ പറയേണ്ട DLEd സിലബസ് അനുസരിച്ചിട്ടാണ് ഈ ലേണിംഗ് സ്ട്രാറ്റജി ഒക്കെ പഠിക്കേണ്ടത്. പഠനതന്ത്രങ്ങൾ അല്ലേ, നമ്മൾ ടാക്ട് ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ, ആ പറയുന്ന രീതിയൊക്കെ നമുക്ക് DLEd സിലബസ് അനുസരിച്ചുള്ള പഠന രീതിയാണ് അല്ലേ. അപ്പൊ അങ്ങനെ പോവാം. പിന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെയൊക്കെ പഠന രീതിയൊക്കെ അറിയാലോ. ആ സ്ട്രാറ്റജീസിനെ കുറിച്ച് തുടങ്ങിയിട്ട് കേരള പാഠ്യപദ്ധതി സമീപനരേഖ, വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ ഏജൻസികൾ, വിദ്യാഭ്യാസ കമ്മീഷനുകൾ വരെ
നമുക്കവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പെഡഗോജിയിൽ ഇവിടെയാണ് 20 മാർക്ക് വരുന്നത്. അപ്പോൾ മാത്സ് 15 മാർക്ക്, ഇവിടെ 20 മാർക്ക്. ഇതെല്ലാം ഈ ഭാഗങ്ങളൊക്കെ നമ്മളെ റാങ്ക് നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. സയൻസിലൊക്കെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതാണ് സയൻസ് പറഞ്ഞു, സോഷ്യൽ ഈ പറഞ്ഞ ഭാഗത്തൊക്കെ ഒരു 8-9 മാർക്കൊക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു 15-16 മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് നിശ്ചയിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മുൻപന്തിയിലേക്ക് പോരാൻ പറ്റും. ആ രീതിയിലുള്ളൊരു പഠനം നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് പാർട്ട് 5ലേക്ക് വരുമ്പോഴാണ് നമുക്ക് ലാംഗ്വേജ് തലത്തിലേക്ക് വരുന്നത്. ഇംഗ്ലീഷിന് 10 മാർക്കാണ് ലാംഗ്വേജ് കോംപ്രഹെൻഷനിൽ വരുന്ന കാര്യങ്ങൾ. അതിൽ ഒരു അൺഫെമിലിയർ പാസേജ് തന്നിട്ട് അതിൻ്റെ ഫാക്ച്വൽ, ഇൻഫാൻഷ്യൽ, അനാലിറ്റിക്കൽ, ഇവാലുവേറ്റ് കോംപ്രഹെൻഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു പാസേജ് തരും, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നമ്മൾ ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിലൊക്കെ അറിയാലോ, എന്താണ് ഡെയിലി വേജസിനൊക്കെ പോയി പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർക്ക് അറിയാൻ പറ്റും. നമ്മളൊരു എക്സാമിന് അവർക്കൊരു കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു, ഒരു പാസേജ് കൊടുക്കുന്നു, കുട്ടികൾക്ക് അതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതണം, ആൻസർ ചെയ്യണം എന്നുള്ളത്. അത് നമ്മൾ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പാസേജാണ് അവർക്ക് വരുന്നത്. നമുക്ക് ഇവിടെ വരുന്നത് നമുക്കൊരു അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു പാസേജ് ആയിരിക്കും വരുന്നത്. അതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം ആ രീതിയിലുള്ള ആ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകേണ്ടതാണ്. പിന്നെ നമുക്കറിയാം ഗ്രാമറായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് ഗ്രാമറിൽ എപ്പോഴും നമുക്ക് പഠിക്കേണ്ടത് ആർട്ടിക്കിൾ, കോൺകോഡ് തുടങ്ങിയുള്ള ടെൻസ്, ഫ്രേസൽ വെർബ്സ്, അതുപോലെ ജെറണ്ട്, പിന്നെ ഓക്സിലറീസ്, വൊക്കാബുലറി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അത് എന്തുകൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. നമുക്കറിയാം LP സ്കൂളിലും UP സ്കൂളിലും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഹിന്ദി ഒഴിച്ച്, ഹിന്ദി മുഖ്യ വിഷയമായി പഠിപ്പിച്ച അധ്യാപകർക്കാണ് ഹിന്ദി പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക. ബാക്കിയുള്ളവർക്ക് ഹിന്ദി ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റും എടുക്കണം. അപ്പോൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകന് അവൻ്റെ ആ ഒരു വൊക്കാബുലറി, ആ ഒരു എന്താ പറയുക, ടീച്ചിങ് ക്വാളിറ്റി, ടീച്ചിങ് സ്ട്രാറ്റജിയൊക്കെ വ്യത്യാസം വരുത്തേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെഡഗോജി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതനുസരിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് LP UPക്ക് വരുന്നുണ്ട്. ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, ലാംഗ്വേജ് ആൻഡ് തോട്ട്, ലാംഗ്വേജ് സ്കിൽസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് LP ക്ലാസ്സസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് എന്താണ്, ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരും? ക്വസ്റ്റ്യൻസ് വിൽ ബി ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് 2 terms ഡെവലപ്ഡ് ബൈ SCERT കേരള. അടിവരയിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കിയേ പറ്റും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, SCERT ടെക്സ്റ്റ് ബുക്ക് 1ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ലാംഗ്വേജ് ആയാലും സയൻസ് ആയാലും സോഷ്യൽ ആയാലും മാത്സ് ആയാലും IT ആയാലും അത് പഠിച്ചിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അതിൽ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും വരും. ലാംഗ്വേജിനൊക്കെ എന്തായാലും വന്നിരിക്കും എന്ന് പറയാൻ ഉറപ്പാണ്. മാത്സ് സയൻസ് സോഷ്യൽ ഓൾറെഡി ഉള്ളതാണ്. ലാംഗ്വേജ് വരുമെന്ന് വെച്ചാൽ വന്നിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഭാഗമാണ്. ഇംഗ്ലീഷിൽ വരുന്ന മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 10 മാർക്കാണ്. ഇംഗ്ലീഷിൽ 10 മാർക്കാണ്. ഇപ്പോൾ ഗ്രാമറൊക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല എങ്കിലും ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അവിടെ ഇംഗ്ലീഷിലൊക്കെ ചില ലെസൺസ് ഒക്കെ എടുക്കുമ്പോൾ അവിടെയൊക്കെ ലെസണിൻ്റെ ബാക്കിലൊക്കെ ചില ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് ആത്മാർത്ഥമായിട്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. ഇതിന് മുമ്പുള്ള സിലബസിലൊക്കെ ഇപ്പോൾ ഞാനൊക്കെ 96 എക്സാം എഴുതിയതാണ്, SSLC എഴുതിയതാണ്. അപ്പോൾ ആ സമയത്തുള്ള സിലബസിലൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്താണ് അന്ന് നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ പോലുള്ളത്, സോ ദാറ്റ് പോലുള്ളത്, ആസ് വെൽ ആസ് പോലുള്ള ഗ്രാമറുകൾ, അവർ ടെൻസുകൾ, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് ഒക്കെ പഠിച്ചതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഇത്രയധികം കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി അധ്യാപകരാകുന്ന നിങ്ങൾ നമ്മുടെ PSC പരീക്ഷയ്ക്ക്, LP UP പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത ലാംഗ്വേജ് പാർട്ട് 6 ഇത്രയും മലയാളം വന്നിരിക്കുന്നു. 10 മാർക്കിന്റെ ചോദ്യമാണ്. നിസ്സാരമല്ല. ഇവിടെ വരുന്നത് ഒന്ന് സാഹിത്യപരത്തിൽ വരുന്നത് കവിത, കഥ, നോവൽ, ആത്മകഥ, അല്ലെങ്കിൽ രണ്ടുണ്ട്, ജീവചരിത്രം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം. ഇത്തരം ടോപ്പിക്കാണ് നമുക്ക് സാഹിത്യപരമായിട്ട് വരുന്നത്. അപ്പോൾ അത് SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. SCERT ടെക്സ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്ന എഴുത്തുകാർ, ഇപ്പോൾ ആനന്ദിനെ കുറിച്ചുള്ള ആനന്ദിന്റെ പാഠം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആനന്ദുമായിട്ട് ബന്ധപ്പെട്ട കൃതികളെ കുറിച്ച് ചോദ്യങ്ങൾ വരാം. MT വാസുദേവൻ നായരുടെ ഒരു പാഠം വന്നിട്ടുണ്ടെങ്കിൽ MT ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളൊരു സാഹിത്യപരമായ ചോദ്യങ്ങൾ വരാറുണ്ട്. കവിതയും കഥയും നോവലും ആത്മകഥയും ജീവചരിത്രവും. വൈജ്ഞാനിക സാഹിത്യം എന്താണെന്ന് അറിയാലോ,
നമുക്ക് എന്താണ് നമുക്ക് വൈജ്ഞാനിക സാധ്യത എന്ന് പറയുന്നത് ഈ മാതംഗലീല, അതുപോലെ അർത്ഥശാസ്ത്രം പോലുള്ള അതിൻ്റെ തർജ്ജിമയായ ഭാഷാ കൗടില്യം പോലുള്ള ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ് വൈജ്ഞാനിക സാഹിത്യം എന്ന് പറയുന്നത്. ഒപ്പം ബാലസാഹിത്യവും കൂടി ഉണ്ട്. അത് നമുക്കറിയാം LP സ്കൂളിൽ നമ്മൾ മലയാളം പഠിപ്പിക്കുന്നത് അത്ര വലിയൊരു മലയാളമല്ല അല്ലെ, മലയാളം വലിയൊരു സാഹിത്യപരമായ കാര്യങ്ങളല്ല. അവിടെ കുട്ടികൾക്ക് CB പള്ളിപ്പുറം മാഷിൻ്റെയൊക്കെ ടോപ്പിക്കുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ബാലസാഹിത്യ സുഗതകുമാർ ടീച്ചറിന്റെ ചെറിയ ചെറിയ ബാലസാഹിത്യ കൃതിയൊക്കെ ഉണ്ട്. MT ദയ പോലുള്ള അതൊക്കെയാണ് അങ്ങ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബാലസാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ആ പെഡഗോജി വന്ന പോലെ തന്നെ മലയാളത്തിലുമുണ്ട്. അത് കേട്ടറ്റ് കാറ്റഗറി 1ഉം 2ഉം ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ഒരു പെഡഗോജിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്ട് കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് സാമ്യമുണ്ട്. അതിവിടെ അത് അടുത്തതാണ്. അടുത്താണ് ബോധനശാസ്ത്രപരമായി. ഞാൻ അതിനുശേഷം വരുന്നത് ഭാഷാപരമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്താണ് ഭാഷാപരം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഗ്രാമർ പഠിച്ച പോലെ തന്നെ മലയാളത്തിലും പഠിക്കാറുണ്ട് ഭാഷാ ചരിത്രം. മലയാളം ഭാഷ എന്നാണ് ഉണ്ടായത്, എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, അതൊക്കെ നമുക്ക് മലയാളം BEd എടുത്ത കുട്ടികൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. അതർവൈസ് മറ്റുള്ളവരും കൂടി കുറച്ച് സീരിയസ് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചു പോവുക. ഭാഷാഭേദങ്ങൾ പിന്നെ എന്താണ് 10ാം ക്ലാസ് വരെയുള്ള പ്രായോഗിക വ്യാകരണം. ഇത് ഏതൊക്കെ ഉണ്ടാവും? സന്ധി ഉണ്ടാവും, സമാസം ഉണ്ടാവും, വചനം ഉണ്ടാവും, തദ്ധിതം ഉണ്ടാവും. അതുപോലെ തന്നെ ശബ്ദങ്ങളുടെ വിഭാഗങ്ങൾ ഉണ്ടാവും, നാമം, ക്രിയ, ഇതൊക്കെ പഠിച്ചിരുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു വ്യക്തമായിട്ട്. അനുപ്രയോഗമൊക്കെ ഇന്ന് വളരെ ചെറിയ രീതിയിൽ തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ചില ലെസണുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും മലയാളത്തിൻ്റെ. അപ്പോൾ അവരെ പഠിപ്പിക്കാൻ നമുക്കത് അറിഞ്ഞിരിക്കണം. ആ കാര്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതാണ്. പിന്നെ വരുന്നത് അറിയാലോ പദശുദ്ധിയൊക്കെ സന്ധി കാര്യങ്ങൾ ഉൾപ്പെടെയാണ്. പിന്നെ പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും അതെല്ലാം ഇതിൽ പെടുന്നതാണ് കേട്ടോ. ലിംഗം, വചനം, കാലം, ഇതൊക്കെ. പിന്നെ വരുന്ന അർത്ഥബോധമാണ്. ശൈലി, പ്രയോഗങ്ങൾ, വാക്യസന്ദർഭങ്ങൾ തുടങ്ങിയ. കാവ്യബോധം എന്ന് പറയുന്നത് അലങ്കാരം, ധ്വനി, കവിത, ഗദ്യം, പഴഞ്ചൊല്ല് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ അവധാരണം, ഇത് നമ്മൾ ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു കോംപ്രഹെൻഷൻ എന്ന് പറയുമല്ലേ, അതേ രീതിയിലുള്ള ക്വസ്റ്റ്യനാണ്. അവധാരണം, പദ്യം ഉണ്ടാവും, ഗദ്യം ഉണ്ടാവും. നമുക്കറിയാത്ത, ചിലപ്പോൾ കേട്ടിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ എവിടെ വായിച്ചതായിരിക്കും, ചിലപ്പോൾ വായിക്കാത്തതായിരിക്കാം. അറിയാത്തൊരു പാസേജ് കൊടുക്കും, ഒരു കവിതയും കൊടുക്കും. അതിനുള്ള ക്വസ്റ്റ്യൻസ് തരും, അതിൻ്റെ ആൻസർ എഴുതണം. ഇതാണ് നമുക്ക് ഭാഷാപരം. പിന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബോധനശാസ്ത്രപരം എന്ന് പറയുന്ന പെഡഗോജിയായിട്ട് ബന്ധപ്പെട്ടത്. ഉദ്ഗ്രഥിത സമീപനം, ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, പിന്നെ ആസൂത്രണമാണ്. നമുക്ക് അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ട് മലയാളം പെഡഗോജിയിലേക്ക് വരുന്നില്ല, കുറച്ച് മാത്രമേ. അതിൽ ലെസൺ പ്ലാനായിട്ട് ബന്ധപ്പെട്ടത്, യൂണിറ്റ് പ്ലാൻ, അതുപോലെ ഇയർ പ്ലാൻ, പിന്നെ വിലയിരുത്തലായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഇത് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് BEdന്റെ സിലബസ് അല്ലെങ്കിൽ DLEdന്റെ സിലബസിലൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് നാളായിട്ട്. അപ്പോൾ അതിൽ ആദ്യമൊക്കെ 4 കോളം ആയിരുന്നു, പിന്നെ 2 കോളം ആവുന്നു. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു ലെസൺ പ്ലാൻ എഴുതുമ്പോഴുള്ള സ്റ്റെപ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അവിടെ പഠനം മുന്നോട്ട് പോകേണ്ടത്. പഴയ സിലബസ് അനുസരിച്ചുള്ള പഠനമല്ല, ഇപ്പോഴത്തെ DLEdന്റെ സിലബസ് എങ്ങനെയാണോ ആ രീതിയിലുള്ള ഒരു ടീച്ചിങ് പ്ലാനൊക്കെ തയ്യാറാക്കുന്ന രീതിയിലുള്ള പഠനമാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മലയാളത്തിന് ക്വസ്റ്റ്യൻ വരുന്നത് എത്ര മാർക്കാണ്? 10 മാർക്കാണ്. ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ UP സ്കൂൾ അസിസ്റ്റന്റിന്റെ സിലബസ് പ്ലസ് LP സ്കൂൾ അസിസ്റ്റന്റ് സിലബസിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. ഇതാണ് നമ്മുടെ മാർക്കിന്റെ സ്ട്രാറ്റജി, പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് സാലറി സ്കെയിലാണ്. അതായത് നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു മേഖലയാണ് LP സ്കൂൾ അസിസ്റ്റന്റ്, UP സ്കൂൾ അസിസ്റ്റന്റ്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ എക്സാമിൻ്റെ 2024 നടന്ന എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതിലെല്ലാം നിയമനങ്ങളും അഡ്വൈസും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസം വരെ, ഞാനിപ്പോൾ ഇന്ന് ക്ലാസ് എടുക്കുന്ന ഈ ദിവസം വരെ നമ്മുടെ പത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ പറ്റും. ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എറണാകുളത്തെ പത്രം എടുത്ത് നോക്കി അറിയാൻ പറ്റും. LP സ്കൂള് അസിസ്റ്റൻ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ ഡെയിലി വേജസ് വേക്കൻസിയാണ് വിളിക്കുന്നത്. അപ്പോൾ അത്രയും ഒഴിവുകൾ അവിടെയുണ്ട്. ഏതാണ്ട് ആ ഒഴിവുകളൊക്കെ ഈ റാങ്ക് ലിസ്റ്റ് വന്ന മുറയ്ക്ക് നികത്തപ്പെടും. അപ്പോൾ LP സ്കൂൾ അസിസ്റ്റന്റ്, UP സ്കൂൾ അസിസ്റ്റന്റ് ആകാനിരിക്കുന്ന അധ്യാപകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. 35,000 തുടങ്ങി 75,000 വരെയുള്ള ഒരു സാലറി സ്കെയിലാണ് PSC നോട്ടിഫിക്കേഷനിൽ പറയുന്നത്, ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഒരു ഗ്ലാമറസ് പോസ്റ്റ് അല്ലേ?
നമ്മളൊരു പ്രൈവറ്റ് ഫേമിൽ പോയി ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളം എത്രയായിരിക്കും? കൂടുതൽ വന്ന് 20-25 ആയിരിക്കും ഒരു ടീച്ചിങ്ങിലേക്ക് വരുന്നത്. എങ്കിൽ തന്നെ അവിടെ നമ്മൾ എന്തോരം പ്രഷർ അനുഭവിക്കണമെന്ന കാര്യം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലേ? പക്ഷെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പോയി പ്രഷർ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവിടെ ഇപ്പോൾ വിദ്യാരംഗം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇൻചാർജ് ഉണ്ട്. പക്ഷെ നമ്മളൊരു സേഫ് ആണ്. നമ്മൾ ആരും അവിടെ പറഞ്ഞു വിടില്ല. നമുക്ക് എന്നൊരു പെൻഷൻ ആവുന്ന പ്രായം വരെ, റിട്ടയർമെന്റ് ആവുന്നവരെ നമ്മുടെ ജോലി സേഫ് ആയിട്ട് പോകും. ഒരു HM ആയിട്ട് റിട്ടയർഡ് ആവാം, അല്ലേ? UP സ്കൂൾ അസിസ്റ്റന്റ്, UP സ്കൂൾ മാത്രമുള്ള സ്കൂളിന്റെ HM ആയിട്ട് റിട്ടയർഡ് ആവാം, LP സ്കൂൾ മാത്രമുള്ള സ്കൂളിന്റെ HM ആയിട്ട് റിട്ടയർഡ് ആവാം. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ സാലറി സ്കെയിൽ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ആഫ്റ്റർ റിട്ടയർമെന്റ് നമ്മളൊരു സെക്യൂർ ലൈഫിലേക്ക് പോകും. ആരെ ആശ്രയിക്കേണ്ട. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു സാലറി സ്കെയിൽ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് 35,000 തുടങ്ങിയിട്ട് 75,000 ഒരു സാലറി സ്കെയിലാണ് LP സ്കൂൾ, UP സ്കൂൾ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം കൂടുതൽ നിയമനം നടക്കുന്നത്, മറന്നു പോരുത്, കൂടുതൽ നിയമനം നടക്കുന്ന ടീച്ചിങ് മേഖലയിൽ LP UP തലത്തിലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മറ്റൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം നിയമന സാധ്യത. നോക്കൂ, ഇന്നിപ്പോൾ ജൂൺ മാസം, അതായത് ജൂൺ 7-ാം തീയതിയായി. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ, അതായത് 6ാം പ്രവൃത്തി ദിനത്തിൽ നമുക്കറിയാം എല്ലാ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലൊക്കെ എന്ത് നടത്തും? കണക്കെടുപ്പ് നടത്തും. അവിടെയാണ് ടീച്ചിങ് നിയമനം വരുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയേണ്ടത്. ഇതിന് മുന്നത്തെ ഒരു വീഡിയോ ഞാൻ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള പത്രത്തിൽ വന്ന വാർത്ത കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ ആശങ്കയായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ ആശ്വാസകരമായ കാര്യമാണ് ഈ വരുന്ന പ്രവൃത്തി ദിനത്തിൽ കുട്ടികളുടെ എണ്ണം എടുക്കുക എന്ന് പറയുന്നത്. ആ എണ്ണം എടുത്തതനുസരിച്ചിട്ടായിരിക്കാം എന്ത് ചെയ്യുക? അധ്യാപക നിയമനം വരുന്നത്. അപ്പോൾ വരുന്ന 6ാം പ്രവൃത്തി ദിനം എന്ന് പറയുമ്പോൾ ഈ ആഴ്ച ചൊവ്വാഴ്ചയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കണക്കെടുപ്പ് ഗവൺമെന്റ് പറഞ്ഞനുസരിച്ച് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നീട്ടി വെക്കാനും സാധ്യത. എന്തുമാട്ടെ, നടന്നോട്ടെ. എന്തായാലും പൊതുവിദ്യാലയ മേഖലകളിൽ LP UP തലങ്ങളിലെ കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും LP UP നിയമനം വന്നുകൊണ്ടിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മനസ്സിലാക്കി വെക്കുക. എന്ന് വെച്ചാൽ DLED എടുത്തവർ, BEd എടുത്തവർ എന്ത് ചെയ്യുക? വെറുതെ ഒരു നിരാശാഭരിതരായി പോകേണ്ട കാര്യമില്ല. കേട്ടറ്റ് പാസ്സായി എക്സാം എഴുതാൻ തയ്യാറെടുത്തിരിക്കുന്ന കുട്ടികളൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, ഇനി പഠനതന്ത്രം. നമുക്കറിയാം HSA പഠിക്കുന്ന പോലെ അതിനും അതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. ബുദ്ധിമുട്ടുണ്ട്, ഏത് പരീക്ഷയ്ക്കുണ്ട്. പക്ഷെ നമ്മൾ LP UP പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം ടോപ്പിക്കുകൾ കിടക്കുന്നു. മാത്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, പെഡഗോജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ഇല്ലേ? ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്. ഇത്രയും ടോപ്പിക്കുകൾ, ഇത്രയും സബ്ജക്റ്റുകൾ നമ്മൾ കവർ ചെയ്യണം. അതിന് നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കണോ? അല്ലെങ്കിൽ എക്സാം ഡേറ്റ് വരാൻ കാത്തിരിക്കണോ? വേണ്ട. എന്ത് ചെയ്യുക? ഈ സമയം തുടങ്ങി, ഞാൻ വീണ്ടും പറയുന്നു, ഈ സമയം തുടങ്ങി നിങ്ങളുടെ പഠനം ആരംഭിക്കുക. അതിന് ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് ഈ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഈ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അതിൻ്റെ പ്രിന്റ് എടുത്ത് വെക്കുക. അത് നിങ്ങളുടെ സ്റ്റഡി റൂമിലോ അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് കൊളുത്തിയിടുകയോ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്ത് വെക്കുകയോ ചെയ്യുക. ഒരു സ്ട്രാറ്റജി തയ്യാറാക്കുക, പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ വരുന്ന LP UP ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു. 2028 വരെ 7 വരെയുള്ള കാലാവധി. 2025 വരികയാണെങ്കിൽ 2026, 27 വരെ കാലാവധി ഉണ്ടാവും. അപ്പോൾ 27 എക്സാം നടക്കണമെങ്കിൽ 26 എന്ത് ചെയ്യണം? നോട്ടിഫിക്കേഷൻ വരും. 27 എക്സാം നടന്ന് 28 റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ അടുത്ത നിയമനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇതിനു മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്തുകൊണ്ട്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ക്ലാസിൻ്റെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. 2030 ശേഷം വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. DLEDും +2 ഉള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു അവസരമാണിത്. മേ ബി 2030 ശേഷം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ മാറ്റങ്ങൾ വരുമ്പോൾ അവിടെ ഡിഗ്രി വിത്ത് DLED അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് BEd ഉള്ള ഒരു PG വിത്ത് BEd ഒക്കെ ആയിട്ട് മാറാം. എവിടെ? ഹൈസ്കൂളിൽ PG വിത്ത് BEd മാറാം. LP UP വരുമ്പോൾ ഡിഗ്രി വിത്ത് DLED വരാം. അപ്പോൾ അതെല്ലാം മാറ്റങ്ങളാണ്. വിദ്യാഭ്യാസ രംഗം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അധ്യാപന രീതിയും മാറണം, പഠന രീതിയും മാറണം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പഠിച്ചു തുടങ്ങണം, അല്ലേ? ഇനി നോട്ടിഫിക്കേഷൻ വരാനല്ല കാത്തിരിക്കേണ്ടത്, നമുക്കിപ്പോഴേ പഠിച്ചു തുടങ്ങണം. പഠിച്ചു തുടങ്ങുന്നതിനുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? കൃത്യമായ ഒരു ഗൈഡൻസ് വേണം, അല്ലേ? സിലബസ് എടുത്ത് വെച്ച് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ആ ടോപ്പിക്കിൽ എന്താണ്, അല്ലെങ്കിൽ റാങ്ക് ഫയൽ ഉണ്ടാവും നിങ്ങളുടെ മുമ്പിൽ, പല നോട്ട്സ് ഉണ്ടാവും. എന്തിനാ? യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോകളുണ്ടാവും, അല്ലേ? ഞങ്ങളുടേതായ പ്രൊമോസ് അടക്കം പല ചാനലിലും ഉണ്ടാവും. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. നമുക്കൊരു ടൈം മാനേജ്മെന്റ് വേണം.
കൃത്യമായ ഗൈഡൻസ് വേണം, ഒരു മോണിറ്ററിംഗ് വേണം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വേണം, ഒരു വ്യക്തിയുടെ സപ്പോർട്ട് വേണം അല്ലേ. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു സ്ഥലം, ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് മുൻപന്തിയിൽ എത്തിക്കാൻ ആര് കൂടെ ഉണ്ടാവും? ജയിലൻ കൂടെ ഉണ്ടാവും. അതിനുവേണ്ടി നമ്മളിവിടെ 2026 ഒരു ലോങ് ബാച്ച് LPSA UPSA പരീക്ഷയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുന്നു, കുട്ടികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് വരാം. നേരത്തെ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ ആരംഭം 2026 എന്ന ക്ലാസ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്പർ കുറിച്ച് വയ്ക്കുക. 8089370881 8075415733. മറന്നു പോയിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ജോയിൻ ചെയ്യുക. അതോടൊപ്പം എന്ത് ചെയ്യുക? നോക്കൂ, LPFE 2026 ലോങ് ബാച്ച് ആരംഭിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പ് എന്തായാലും ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, PDF നോട്ടുകൾ ഉണ്ടാവും, അതുപോലെ വീക്ക്ലി എക്സാംസ്, അതുപോലെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഞാനിതെല്ലാം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓൾറെഡി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് അതിൻ്റെ സിലബസ് കണ്ട് കേട്ട് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ധൈര്യമായിട്ട് ജയിലനിലേക്ക് പോരുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ റാങ്കിലേക്ക്, ആ ജോലിയിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, അപ്പോൾ ആശങ്കകളെല്ലാം വിട്ടൊഴിയുക. ആ കാർമികങ്ങളൊക്കെ പോകട്ടെ. പുതിയ ദിവസങ്ങൾ, വരുന്ന ദിവസങ്ങൾ നമ്മുടെ പ്രതീക്ഷകളോടായിക്കോട്ടെ. നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഇനിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബൈ.